ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TN ലേണേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് പാർട്ടിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. കൊഹിഷൻ എന്നാൽ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണത്തെയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഒരറ്റം കത്തിച്ച ബാണം എതിർദിശയിലേക്ക് പായുന്നു. ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമനുസരിച്ച്. ഒരേ ഉയരത്തിൽ നിന്നും 1 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ലും 10 കിലോഗ്രാം ഭാരമുള്ള മറ്റൊരു കല്ലും ഒരേ സമയത്ത് താഴേക്കിട്ടാൽ 2 കല്ലുകളും ഒരേ സമയത്ത് നിലത്തെത്തും. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ജലവും CO2-വും. ബെൻസീൻ്റെ രാസസൂത്രം എന്ത്? C6H6. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPGയുടെ മുഖ്യ ഘടകം ഏത്? ബ്യൂട്ടേൻ. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ്? സോഡിയം. ആസിഡുകളുടെ പൊതുഘടകം എന്ത്? ഹൈഡ്രജൻ. മെർക്കുറിയുടെ അറ്റോമിക് വെയ്റ്റ് എത്ര? 200.61. ഏറ്റവും അധികം സംയുക്തങ്ങളിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. ഏറ്റവും ചെറിയ ആറ്റം ഏത്? ഹൈഡ്രജൻ. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്ത് തരം മാറ്റമാണ്? രാസമാറ്റമാണ്. പോഷകഘടകങ്ങൾ ഏറ്റവും അധികമുള്ളത് ഡാഷിലാണ്, കോഴിമുട്ടയിലാണ്. മൂലലോമങ്ങളിലെ കോശസ്തരം എന്താണ്? അർദ്ധധാര്യമാണ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ലിപ്പേസ്. കോശത്തിലെ ഊർജത്തിൻ്റെ ഉൽപ്പാദന സംഭരണ വിതരണ കേന്ദ്രം ഏത്? മൈറ്റോകോൺട്രിയ. പാല് തൈരാകാൻ കാരണം ബാക്ടീരിയയുടെ പ്രവർത്തനം. മനുഷ്യൻ്റെ കാലിലെ ഒരസ്ഥിയാണ് ഡാഷ്, ടിബിയ. മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ എത്ര? 46. രക്തം കട്ടപിടിക്കാതെയാകുന്ന രോഗം ഹീമോഫീലിയ. മുകുളനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ജീവി ഹൈഡ്ര. വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദങ്ങൾ. കർഷണം കൂട്ടേണ്ടത് ആവശ്യമായി വരുന്ന സന്ദർഭം വാഹനങ്ങളുടെ ടയർ മിനുസമാകുമ്പോൾ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെയാണ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേ ഉള്ളൂ എന്ന് സിദ്ധാന്തിച്ചത് തോമസ് യങ് ആണ്. ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ സുപ്രധാന ഗ്രന്ഥങ്ങളിലൊന്നായ അഷ്ടാംഗ ഹൃദയത്തിൻ്റെ കർത്താവ് ആര്? വാഗ്ഭടൻ. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ. ക്ഷയരോഗത്തിന് കാരണമായ ട്യൂബർക്യുലോസിസ് ബാക്ടീരിയ തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ ആര്? റോബർട്ട് കോക്ക്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? മഗ്നീഷ്യം. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സർക്കാർ വക പൊതു പൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് ഏത് രാസവസ്തു ഉപയോഗിച്ചാണ്? ക്ലോറിൻ. രാമൻ എഫക്റ്റ് എന്തിൻ്റെ പഠനത്തിന് ഉപയോഗിക്കുന്നു? മോളിക്കുലാർ എനർജിയുടെ. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഐസക് ന്യൂട്ടൺ. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചാഡ്വിക്. വിറ്റാമിൻ C അടങ്ങിയിട്ടില്ലാത്ത ഒരു ഭക്ഷണം ഏത്? പാൽ. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ്. ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ട്രാൻസിസ്റ്ററെ. മുലപ്പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത്? ലാക്ടോസ്. ഏറ്റവും തണുപ്പനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. സോളാർ കുക്കറുകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സൂര്യപ്രകാശത്തിലെ കിരണങ്ങൾ എന്താണ്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. അലൂമിനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏത്? ബോക്സൈറ്റ്.
അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന വാതകം ഏത്? ഓസോൺ വാതകം. ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ വാതകങ്ങളുടെ പൊതുഗുണം എന്താണ്? ഇവ ദ്വയാറ്റോമിക തന്മാത്രകളാണ്. റേഡിയോ കാർബൺ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഫോസിലുകളുടെ കാലപ്പഴക്കം കണക്കാക്കാനാണ്. ആസ്ബറ്റോസ് മൂലമുണ്ടാകുന്ന രോഗം ക്യാൻസർ. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? പ്രകാശവർഷം. ഹീമോഫീലിയ രോഗിയുടെ രക്തം കട്ടപിടിക്കുന്നില്ല. ഫാരൻഹീറ്റ് സ്കെയിലിലും സെൻറ്റിഗ്രേഡ് സ്കെയിലിലും ഒരേ അങ്കണം കാണിക്കുന്ന ഊഷ്മാവ് എന്ത്? -40 ഡിഗ്രി. പ്രഷർ കുക്കറിൽ ഭക്ഷണം വളരെ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് ഉയർന്ന സമ്മർദ്ദത്തിലുള്ള നീരാവിക്ക് ഉയർന്ന ഊഷ്മാവുള്ളതുകൊണ്ടാണ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ആന്ത്രാക്സ്. മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റൽ വിഷം ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് വികിരണം വഴിയാണ്. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക സംഖ്യ എന്നത് ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ എണ്ണമാണ്. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറൽ. അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഡാഷ് ഹൈഡ്രജൻ. ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തത് ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നു. ഫിനോപ്തലിന് ആസിഡിലുള്ള നിറം എന്താണ്? നിറമില്ല. സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് ഡാഷ് ക്യാരറ്റ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് ഡാഷിലാണ് അരുണരക്താണുക്കളിലാണ്. മാരക വിഷമുള്ള കൂണിന് ഉദാഹരണം അമാനിറ്റ ഫില്ലോഡിസ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. ആഹാര പദാർത്ഥത്തിലെ ജലം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് വൻകുടൽ വഴിയാണ്. ഒരു തരുണാസ്ഥി മത്സ്യമാണ് ഡാഷ് സ്രാവ്. ശരീരത്തിൽ ആകെയുള്ള നാഡികളുടെ എണ്ണം എത്ര? 43 ജോഡി. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് ഡാഷ് അസറ്റിക് ആസിഡ്. ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റാണ് അമോണിയം ക്ലോറൈഡ്. സമുദ്രങ്ങളുടെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം എന്താണ്? എക്കോ സൗണ്ടർ. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രത എത്ര? 90 ഡെസിബലിന് മുകളിലായിരിക്കും. അർത്ഥചാലകങ്ങളിലൊന്നാണ് ഡാഷ് ജെർമേനിയം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന രേഖയെ എന്തു വിളിക്കുന്നു? റെഡ് ഡേറ്റ ബുക്ക്. കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ഹർഗോവിന്ദ് ഖൊരാന. ആവൃത്തിയുടെ യൂണിറ്റ് എന്ത്? ഹെർട്സ്. ഒരു മരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ആപ്പിളിൻ്റെ വേഗത എത്ര? 32 ഫീറ്റ് പെർ സെക്കൻഡ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് എത്ര? 9-11 mg/100 ml. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംപെയറേജ്. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഗാൽവനോമീറ്റർ. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏത്? വജ്രം. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ എത്ര? 48.6 ഡിഗ്രി. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ത്? ആന്തരിക അപവർത്തനം. ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? ഹൈഡ്രജൻ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി എത്ര? 50 ഹെർട്സ്.
ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 14. അതായത് S2 P6 D10 F14. സംക്രമണ മൂലകത്തിന് ഉദാഹരണമാണ് ഡാഷ്. മാംഗനീസ്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? അവോഗാഡ്രോ നിയമം. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? കോപ്പർ. ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ. ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ബോക്സൈറ്റ്. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്? CnH2n. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? എത്തനോൾ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അൽനിക്കോ. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഹൈപ്പോതലാമസ്. മനുഷ്യനേത്രത്തിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏത്? റെറ്റിന. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുവാനായി ഉപയോഗപ്പെടുത്തുന്ന DNA വാഹകർക്ക് ഉദാഹരണം ഏത്? പ്ലാസ്മിഡ്. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധാന്തത്തിൻ്റെ പേര് എന്ത്? പാൻസ്പെർമിയ സിദ്ധാന്തം. R.D. പിത്തക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ആഫ്രിക്ക. ഉൽപ്പരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചതാരും? ഹ്യൂഗോ ഡിബ്രിസ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? വൈറസ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമേത്? ഫാറ്റ് ലിവർ. നെല്ലിനെ ബാധിക്കുന്ന രോഗത്തിന് ഉദാഹരണം ഏത്? ബ്ലൈറ്റ് രോഗം. T ലിംബോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? തൈമസ് ഗ്രന്ഥി.